നമുക്കറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരു തന്നെ ഒരു 30-ലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ചില ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ തന്നെ അതിൻ്റെ സാഹചര്യം കൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലേക്കുള്ള പ്രചാരമൊക്കെ നേടിയിട്ടുണ്ട്. അതിനെ പിന്നീട് പല തെറ്റായിട്ടുള്ള കഥകൾ, വ്യാജ നിർമ്മിതികളൊക്കെ ചേർത്തുകൊണ്ട് അതിനെ പൊലിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് കൺവെൻഷനലായിട്ടുള്ള രീതിയിലല്ല എന്നും അവിടെ ഒരു ദേവതയല്ല, പകരം അവിടെ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നും അതുകൊണ്ട് നിങ്ങൾ ആരെ തൊഴാൻ വരുന്നു അത് നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് തത്വമസി എന്നുള്ള ഒരു തത്വമാണ് അവിടെ എന്നൊക്കെ പറയുന്ന ആൾക്കാർ തത്വമസി എന്ന തത്വം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. അപ്പോൾ അതിന് വൈദികമായിട്ടുള്ള ഒരു പിൻബലമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ ആദ്യം ചിന്തിക്കുക. രണ്ടാമത്, അദ്ദേഹം അവിടെ താന്ത്രിക വിധിപ്രകാരം തന്നെയാണ് ആ പ്രതിഷ്ഠ നടത്തിയിരുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുക. അന്ന് ഈ പ്രതിഷ്ഠ നടക്കുന്നതിനോടൊപ്പം തന്നെ പല ഉപദേവതമാർ, അതിൽ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ഉപദേവതമാരെ ഗുരുവിന്റെ ശിഷ്യന്മാർ തന്നെയാണ് അതേ സമയത്ത് തന്നെ അവിടെ പ്രതിഷ്ഠിച്ചത് എന്നതിനെപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കുക. അർദ്ധനാരീശ്വര സങ്കല്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയുക. തന്നെയുമല്ല, സനാതനധർമ്മ വിരുദ്ധമോ തന്ത്രശാസ്ത്ര വിരുദ്ധമോ ആയിട്ടായിരുന്നില്ല തൻ്റെ ആ ഒരു പ്രതിഷ്ഠ എന്നതിനെപ്പറ്റി അദ്ദേഹം തന്നെ മറ്റുള്ള ആൾക്കാരോട് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് കണ്ണാടി എന്നതൊരു പീഠം മാത്രമായിരുന്നുവെന്നും ആ കണ്ണാടിയുടെ പുറത്ത് അദ്ദേഹം ഓം ശാന്തി എന്ന് ഒരു ശിഷ്യനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട്, ഓം എന്ന് പറയുന്നത് തന്നെ പ്രണവമന്ത്രമാണ്, പ്രണവമന്ത്ര പ്രതിഷ്ഠയാണ്, അതായത് പ്രണവ പ്രതിഷ്ഠയാണ് അവിടെ നടത്തിയിരുന്നത് എന്നും കൂടി മനസ്സിലാക്കിയാൽ അത് സനാതന ധർമ്മ വിധേയമായിട്ടുള്ള താന്ത്രിക വിധിപ്രകാരമായിട്ടുള്ള ഒരു പ്രതിഷ്ഠ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം.